നമസ്കാരം. പ്രീവിയസ് ഇയർ MCA എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫ് യു ലൈക്ക് മൈ ക്ലാസ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. LBS MCA എൻട്രൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവിംഗ് ആണ്. 2018 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. If A is the matrix in the question ആണ്. If A equal to matrix 3 1 minus 1 2, then find the value of A square minus 5A plus 7I equal to 0. Options: first option 0, B 3, C 1 and D equal to 2. Then തുടങ്ങാം. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് ആദ്യം അറിയണം. അപ്പോൾ ഫസ്റ്റ് എ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 1 മൈനസ് 1 2 ഇൻറ്റു 3 1 മൈനസ് 1 2. അപ്പോൾ മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് ഇത് റോ, ഇത് കോളം. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് കോളം. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടും, ഔട്ട്പുട്ടിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടും. ദെൻ എഗെയിൻ നെക്സ്റ്റ് സെക്കൻഡ് എലിമെൻറ്റ് കിട്ടാനായിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് സെക്കൻഡ് കോളം. അപ്പോൾ സെക്കൻഡ് എലിമെൻറ്റ് കിട്ടും. തേർഡ് എലിമെൻറ്റ് കിട്ടുന്നത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദെൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് ലാസ്റ്റ് എലിമെൻറ്റ് കിട്ടും. അങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടാനായിട്ട് ഔട്ട്പുട്ടിൽ എന്തായാലും 4 എലിമെൻറ്റ് കാണും. അപ്പോൾ 3 ഇൻറ്റു 3 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു മൈനസ് 1, അതായത് 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു മൈനസ് 1, അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടും. ദെൻ സെക്കൻഡ് എലിമെൻറ്റ് 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2, സെക്കൻഡ് എലിമെൻറ്റ്. ദെൻ minus 1 into 3 minus 3 plus 2 into minus 2 minus 2 into minus 1 minus 2. Again minus 1 into 1 minus 1 2 into 2 plus 4. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര കിട്ടും? ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 into 3 9 9 plus minus 1, 1 into minus 1 minus 1 minus 1. Then second 3 plus 2, 3 plus 2, again minus 3 minus 3 minus 3 plus minus 2, then minus 1 plus 4. ഈ മെട്രിക്സിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8, 3 പ്ലസ് 2 5, മൈനസ് 2 മൈനസ് 5, ദെൻ അഗെയിൻ മൈനസ് 1 പ്ലസ് 4 3. അപ്പോൾ എ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 5 മൈനസ് 5 3. ദെൻ ഫൈൻഡ് 5 ഇൻറ്റു എ, that is equal to 5 into matrix 3 1 minus 1 2 is equal to 5 into 15. 5 കൊണ്ട് അകത്തെല്ലാം മൾട്ടിപ്ലൈ ആണ്. 5 മൈനസ് 5 10. ദെൻ 7 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് 7 ഇൻറ്റു 1 0 0 1. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഓൺലി 1 and 0 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വാല്യൂസ് കറക്റ്റ് കൊടുത്തിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇത് എയുടെ 5 വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് എന്ന് പറയുമ്പം എ സ്ക്വയറിൻ്റെ വാല്യൂ 8 5 മൈനസ് 5 3 മൈനസ് 5 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 15 5 മൈനസ് 5 10. Then plus ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടുള്ളത് 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7
0 0 7. അപ്പോൾ ഓപ്ഷൻ ഏതൊക്കെയാണ്? എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു 1, ഡി ഈക്വൽ ടു 2. സോൾവ് ചെയ്യപ്പം ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യാം. 8 - 15 എന്ന് പറഞ്ഞാൽ അതായത് കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിലാണ് സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. ഇത് നെക്സ്റ്റ് ഇതുമായിട്ട്. അപ്പോൾ 8 - 15 എന്ന് പറഞ്ഞാൽ -7. 5 - 5 എന്ന് പറഞ്ഞാൽ 0. -5 -5 എന്ന് പറഞ്ഞാൽ again 0. then 3 - 10 എന്ന് പറഞ്ഞാൽ -7 പ്ലസ് 7 0 0 7 that is equal to 0 0 0 0 that is equal to 0. Answer is first option. Next question 13. If A is a matrix of 1 4 5 2 6 7 0 0 8 then find determinant of A. That is ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു മെട്രിക്സിൽ നിന്ന് ഡിറ്റർമിനൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കാണിച്ചു തരാം. അതായത് ഡിറ്റർമിനൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എലിമെൻ്റ് എടുക്കുക, അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ദാറ്റ് ഈസ് എഴുതുന്ന കാണിച്ചു തരാം. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് 6 ഇൻറ്റു 8 മൈനസ് 0 ഇൻറ്റു 7. നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ടേംസ് പ്ലസ് ആൻഡ് മൈനസ് ആണ്. നെക്സ്റ്റ് മൈനസ്, നെക്സ്റ്റ് ഫസ്റ്റ് 4 ഇൻറ്റു 4ൻ്റെ സെയിം കോളം എടുക്കത്തില്ല, ബാക്കി കോളത്തിലുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് എലിമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. അതായത് -4 ഇൻറ്റു 2 ഇൻറ്റു 8 മൈനസ് 0 ഇൻറ്റു 7. then again പ്ലസ് 5 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ്, അപ്പോൾ 5 എടുക്കില്ല, 5 ബാക്കിയുള്ള 2 ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു 6. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൽ നിന്ന് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ വാല്യൂസ് ഇനി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 6 ഇൻറ്റു 8 48 മൈനസ് 0 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 8 16 മൈനസ് 0 then plus 5 into 0 0 minus 0 0 that is equal to 1 into 48 minus 4 into 16 plus 5 into 0 that is equal to 48 in minus 64 that is equal to minus 16. Answer say B. അപ്പോൾ എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് ഒരു മെട്രിക്സിൽ നിന്ന് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 14. In the experiment of rolling a die, what is the probability of rolling a number greater than 1? അപ്പോൾ ഒരു ഡൈയിൽ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഡൈയിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 ഇത്രയും നമ്പേഴ്സ് ഡയലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരാനുള്ള പോസിബിലിറ്റി ഏതൊക്കെയുണ്ട്? 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6. എത്ര മൊത്തത്തിൽ 6 ഉണ്ട്. അപ്പോൾ 6ൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 5. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി, 5/6. 15. Question number 15. If 3 persons are chosen at random from a set of 5 men and 6 women, what is the probability that 3 women are chosen? അതായത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? 1/33, 2/33, 4/33 and 6/33. ഇവിടെ ഒരു സെലക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. 3 പേഴ്സണെ സെലക്ട് ചെയ്യണം. എത്ര? അതും 3 വുമൺ ആയിരിക്കണം. അതിൽ 5 men and 6 women are included. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. എത്ര വുമൺസ് ഉണ്ട്? 6 വുമണിൽ നിന്ന് നമുക്ക് 3 വുമണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പേരുണ്ട്?
5 + 6 എന്ന് പറഞ്ഞാൽ 11 പേരിൽ നിന്ന് 3 പേര്. ഇങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്. ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് വുമൺ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് 6C3 എന്ന് എടുത്തേക്കുന്നത്. ഇഫ് മെന്നിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 5C3 എന്ന് എഴുതും. 5C3/11C3 എന്ന് എഴുതും. ഇപ്പം വുമണിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് 6C3/11C3 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? കോമ്പിനേഷൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ NCR is equal to n ഫാക്ടോറിയൽ divided by r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡഡ് ബൈ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ. നമുക്കതെങ്ങനെ ചെയ്യാം? is equal to 6 factorial by 3 factorial into 3 factorial. ഇനി റെസിപ്രോക്കൽ പോകുമ്പോൾ 3 factorial into 8 factorial divided by 11 factorial. 3 factorial cancel ചെയ്ത് remaining 6 factorial, that is equal to 6 into 5 into 4 into 3 factorial divided by 3 factorial into 8 factorial divided by 11 into 10 into 9 into 8 factorial. ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിനാണ് അങ്ങനെ എഴുതുന്നത്. 3 factorial 8 factorial. അപ്പോൾ ആൻസർ എത്ര വരും? ഇസ് ഈക്വൽ ടു 6. ബാക്കി ക്യാൻസൽ ചെയ്യാനുള്ള 6 9 ക്യാൻസൽ ചെയ്യുക എത്ര? 3 2. എങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടോ? 5 2 കൂടെ 10, ഇവിടെ 10 ക്യാൻസലായി. റിമൈനിങ് 4/33. Answer is 4/33. Question number 16. The value of 1 minus I by 2 plus 3i is. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മൈനസ് ഓഫ് 1 plus 5i by 30. സെക്കൻഡ് ഓപ്ഷൻ 1 plus 5i by 30. C -1 plus 5i by 30. D 1 minus 5i by 13. ഇനി ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയാൽ എങ്ങനെ ചെയ്യാമെന്ന് പറയാം. നമുക്ക് ഐയുടെ വാല്യൂ ഒന്നും അറിയത്തില്ല. I² ആണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. നമുക്കിതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ 1 minus I by 2 plus 3i എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഡിനോമിനേറ്റർ ടേമിന് ഐയുടെ ടേം മാറ്റി എഴുതണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 minus 3i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1 minus I into 2 minus 3i divided by 2 plus 3i into 2 minus 3i. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എങ്ങനെ ചെയ്യും? 1 into 2 2. 1 into minus 3i minus 3i. Minus I into 2 minus 2i. Then minus into minus plus. വീണ്ടും I into I എന്ന് പറഞ്ഞാൽ I². I²ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതായത് I²ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടുത്തെ ടേം എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ആയി I² ടൈം കൂടെ വന്നുകൊണ്ട് വീണ്ടും എഗെയിൻ -3. ഐയുടെ ടൈം പോയി, I² പോയിട്ട് ദെൻ ഡിവൈഡഡ് ബൈ 2 plus 3i into 2 minus 3i. അതെന്ന് പറഞ്ഞാൽ ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? a plus b into a minus b. ദാറ്റ് ഈസ് ഈക്വൽ ടു a² minus b² ആണ്. ഇവിടെ എങ്ങനെ എഴുതും? 2 plus 2² minus 3i² ആണ്. ഈസ് ഈക്വൽ ടു 4 minus I²ൻ്റെ വാല്യൂ -1. 9² എന്ന് പറഞ്ഞാൽ 3² എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 9 into -1. ദിസ് ഈ മൈനസ് കൂടെ പ്ലസ് ആവും. ദാറ്റ് ഈസ് 4 plus 9 എന്ന് കിട്ടും. ദെൻ എത്ര കിട്ടി? 2 - 3 എന്ന് പറഞ്ഞാൽ -1 minus
മൈനസ് 3i മൈനസ് 2i എന്ന് പറഞ്ഞാൽ മൈനസ് 5i ഡിവൈഡഡ് ബൈ 4 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 13 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 5i ബൈ 13, അതായത് ഫസ്റ്റ് ഓപ്ഷൻ. Then question number 17, find the number of all 1 function from set A equal to 1 2 3 to itself. Option A 6, B 21, C 27, D 8. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റ് എയിൽ നിന്ന് സെറ്റ് എയിലോട്ട് തന്നെയുള്ള 1 ഫങ്ഷൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു ജനറൽ ഫോം ഉണ്ട്. നമ്പർ ഓഫ് 1 ഫങ്ഷൻ ഫ്രം set A to set B is equal to npn if n is greater than m and 0 if n is less than m. Where n and m എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലെയും സെക്കൻഡ് സെറ്റിലെയും എലിമെൻസിൻ്റെ നമ്പേഴ്സാണ് എന്നും എം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 ആൻഡ് സെറ്റ് ബി എന്ന് സെറ്റ് എയിലോട്ട് തന്നെയല്ലേ മാപ്പിംഗ്, അപ്പോൾ അതും 1 2 3 തന്നെയാണ്. അപ്പോൾ എന്നിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ n is equal to 3 ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. n ഈസ് ഈക്വൽ ടു n എന്നാണ്. അപ്പോൾ അവിടുത്തെ ഫാക്ടോറിയൽ എത്രയാണ്? npn, അതായത് 3pn എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 ഈക്വൽ ടു 6. ആൻസർ ഈസ് option A. Next question, if the roots of the equation 4x cube minus 24x square plus 23x plus 18 is equal to 0 are in arithmetic progression, then solution is. First option 2, 9/2, -1/2. ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ടാണ് 3 റൂട്ട്സ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് 2, 7/2, 1/2. തേർഡ് ഓപ്ഷൻ 2, 5/2, 3/2. D 2, 11/2, -3/2. 3 റൂട്ടുള്ളതുകൊണ്ട് നമുക്ക് ലെറ്റ് അസ്യൂം ചെയ്യാം ഏതൊക്കെയാണ് റൂട്ട്. a - d, a + d. ഒരു ക്യൂബിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ax³ + bx² + cx + d = 0. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ 4x³ - 24x² + 23x + 18 = 0. ഇവിടെ നിന്ന് എയുടെ വാല്യൂ a b c ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. a എന്ന് പറഞ്ഞാൽ 4, b എന്ന് പറഞ്ഞാൽ -24, c എന്ന് പറഞ്ഞാൽ 23, d എന്ന് പറഞ്ഞാൽ 18. ഇനി അസ്യൂം ചെയ്തേക്കുന്നത് a - d, a + d ആണ്. ഇനി റൂട്ട്സിന് ഒരു ഫോമാറ്റ് ഉണ്ട്. S1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു, ഇത് റൂട്ട്സ് ആണ്. റൂട്ട്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ a-b/a ആണ്. S1 എന്ന് പറഞ്ഞാൽ -b/a ആണ്. S2 എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു c/a. S3 ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഗാമ. ഇവിടുത്തെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത a - d, a + d ആണ്. അതാണ് ഇവിടുത്തെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് a - d പ്ലസ് a + d എന്ന് പറഞ്ഞാൽ -b/a എന്ന് പറഞ്ഞാൽ -24/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതായത് 3a ഈസ് ഈക്വൽ ടു 6, ദാറ്റ് ഈസ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇതിൽ എയുടെ വാല്യൂ ആണ് 2 എന്ന് കിട്ടിയത്. ഒരു റൂട്ട് 2 ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് -d ഉണ്ട് +d ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ S3 എടുക്കുക. S3 എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ എ ആണ്. എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 18/4. ദാറ്റ് ഈസ് എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു മൈനസ് 9/2. ഇനി എയുടെ വാല്യൂ അറിയാം 2. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു മൈനസ് 9/2. ഇനി 2 താഴോട്ട് പോയി കഴിഞ്ഞാൽ 4 മൈനസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 9/4. that is minus 4 plus 9/4 is equal to d square. That is d square is then d square is equal to 4 into 4 16 plus 9 25/4. d is equal to root of 25/4. That is equal to plus or minus 5/2. നെഗറ്റീവ് വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നത് മൈനസ് 5/2. ദാറ്റ് ഈസ് എ മൈനസ് ഡി ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ 2 ആണെന്ന് പറയാം. 2 മൈനസ് ഓഫ് മൈനസ് 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 4 plus 5 9/2. ദെൻ എ മൈനസ് ഡി എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 2 minus 5/2 that is equal to 4 minus 5/2 that is equal to minus 1/2. അപ്പോൾ റൂട്ട്സ് ഏതൊക്കെയാണ് 2 9/2 minus 1/2. ഫസ്റ്റ് ഓപ്ഷൻ. Question number 19. Let P equal to set 1 ordered pair 1 1 2 2 3 3 1 3 2 3 3 2 be a relation on a set A equal to 1 2 3. Then P is P in the relation reflexive ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ none of this. ഏതാണെന്ന് പറയണം. ഇത് മൂന്നും കൂടെ റിഫ്ലെക്സീവ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷന് മൊത്തത്തിൽ പറയുന്നതാണ് ഇക്വിവാലൻസ് റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ സെറ്റിൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി എന്ന് പറഞ്ഞ എലിമെൻ്റ് ഉണ്ട്. അതിൽ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയർ എ ബി ബി ആൻഡ് സി എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ റിഫ്ലെക്സീവാണ്. ഇനി ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ഈ സെറ്റിനകത്ത് ഓർഡേഡ് പെയർ എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടായിരിക്കണം. അതേപോലെ ബി സി ഉണ്ടെങ്കിൽ സി ബി. അതേപോലെ അടുത്തൊരു ഓർഡേഡ് പെയർ എന്ന് പറഞ്ഞാൽ സി എ ഈസ് ഈക്വൽ ടു എ സി എന്നും ഉണ്ടായിരിക്കണം. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ അത് സിമെട്രിക് റിലേഷൻ എന്ന് പറയും. ഇത് സിമെട്രിക്ക്, ഇത് റിഫ്ലെക്സീവ്. അതായത് ഇപ്പം എ ബി ഉണ്ട്, രണ്ട് റിലേഷൻ ബി സിയും ഉണ്ട്. ദെൻ ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ഉണ്ടെങ്കിൽ ദെൻ ദർ മസ്റ്റ് ബി ഓർഡേഡ് പെയർ എ സി എക്സിസ്റ്റ്. ഇങ്ങനെ വന്നാൽ അത് ട്രാൻസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻസ് സെറ്റ് ചെയ്താണ് 1 2 3. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഓർഡേഡ് പെയർ ഏതൊക്കെ 1 1 2 2 3 3. ഇത് മൂന്നും ഉണ്ടോയെന്ന് നോക്കണം. തന്നിരിക്കുന്ന റിലേഷനിൽ ഉണ്ട് 1 2 2 3 3. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, അത് ആദ്യമേ അറിയാം. ഇനി സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് ആണോ എന്ന് നോക്കാൻ ഈ റിലേഷനിൽ 2 3 തന്നിട്ടുണ്ട്, 3 2 ഉണ്ട്. അത് സിമെട്രിക് കണ്ടീഷൻ ഓക്കെ ആവുന്നുണ്ട്. നെക്സ്റ്റ് 1 3 ഉണ്ട്. 1 3 വന്ന ഉടനെ അവിടെ എന്ത് കാണണം? 3 1 ഉണ്ടായിരിക്കണം. അപ്പോൾ സിമെട്രിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ സിമെട്രിക് എൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് നോക്കണം. 1 3 ഉണ്ട്, ദെൻ 2 1 3 ഉണ്ട്, 3
2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 1,2 എന്ന് പറഞ്ഞൊരു റിലേഷൻ ഓർഡേഡ് പെയർ ഉണ്ടായിരിക്കണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. Therefore the relation P is reflexive. Question number 20. The equation 3x square minus 6xy plus 3y square plus 2x minus 7 equal to 0 represent a parabola, a ellipse, hyperbola, circle. Then ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ജനറൽ ഫോർമുല അറിയണം. അപ്പോൾ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ax² പ്ലസ് bxy പ്ലസ് cy² പ്ലസ് dx പ്ലസ് ey പ്ലസ് f ഈക്വൽ ടു 0 ഇസ് എ പരാബോള ഇഫ് b² മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. പരാബോള ആണെങ്കിൽ b² മൈനസ് 4ac ഈക്വൽ ടു 0. എലിപ്സ് എന്ന് പറഞ്ഞാൽ b² മൈനസ് 4ac ലെസ് ദാൻ 0. ഹൈപ്പർബോള b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഈ തന്നേക്കുന്ന ഇക്വേഷനിൽ b² മൈനസ് 4ac കണ്ടുപിടിക്കണം. ഇവിടുത്തെ b² എന്ന് പറഞ്ഞാൽ b² മൈനസ് 4ac എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു -6 the whole square മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 മൈനസ് 4 ഇൻറ്റു 3 4 ഇൻറ്റു 3 12 12 ഇൻറ്റു 3 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് b² മൈനസ് 4ac equal to 0 means it's a parabola. First option. Next question. Eccentricity of the hyperbola 9x square minus 16y² minus 144 equal to 0 is A 5/4, B 4/5, C 3/4, D 4/3. ആദ്യം ഹൈപ്പർബോളയുടെ ജനറൽ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ദാറ്റ് ഈസ് ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² / a² മൈനസ് y² / b² ഈക്വൽ ടു 1. ഇനി അതിൻ്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ √(a² + b²/a). ഇനി നമുക്ക് ഈ തന്നേക്കുന്ന ഇക്വേഷന് ജനറൽ ഫോമിലോട്ട് ആദ്യം മാറ്റി എഴുതണം. അപ്പോൾ 5/4, 4/5, 3/4, 4/3 ഇതാണ് ഓപ്ഷൻസ് A, B, C, D. ജനറൽ ഫോമിലോട്ട് മാറ്റാം. ഇപ്പോൾ 9x² മൈനസ് 16y² ഈസ് ഈക്വൽ ടു 144 എന്ന് എഴുതാം. ഇനി 144 ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്താൽ 9x² ബൈ 144 മൈനസ് 16y² ബൈ 144 ഈക്വൽ ടു 1. ഇത് കട്ട് ചെയ്ത് പോണ വാല്യൂ ആണ് x² ബൈ 16 മൈനസ് 16 144 കൊണ്ട് 9 ടൈംസ് 9 ഈക്വൽ ടു 1. നമുക്കിപ്പോൾ ജനറൽ ഫോമിലായി. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? x² ബൈ 16 എന്ന് പറഞ്ഞാൽ 4² മൈനസ് y² ബൈ 3² ഈക്വൽ ടു 1. ഇപ്പോൾ ജനറൽ ഫോമായി. ഇനി അതിൽ നിന്ന് എക്സെൻട്രിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു √(a² എന്ന് പറഞ്ഞാൽ 16 പ്ലസ് b² എന്ന് പറഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു √25/4 ഈക്വൽ ടു 5/4. ഓപ്ഷൻ A.